നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായിട്ടുള്ള വിദ്യാ രാജഗോപാല മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് ജപിക്കേണ്ട കൃത്യമായിട്ടുള്ള രീതിയാണ് എന്ന് പറയുന്നത്. നിത്യം 108 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചാൽ വളരെ വിശേഷമായിട്ടുള്ള ഫലങ്ങളെ അത് നൽകുമെന്നാണ്. ബുദ്ധി വികാസത്തിനും പഠനത്തിൽ മികവ് കാട്ടുന്നതിനും ഭാഗ്യവർദ്ധനവിനും ഒക്കെ വിദ്യാരാജഗോപാല മന്ത്രത്തെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഫലപ്രദമാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് അതിന്റെ ഛന്ദസ് ചൊല്ലേണ്ടതാണ്. ശ്രീനാരദ ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീകൃഷ്ണോ ദേവത. ഛന്ദസ് ചൊല്ലിയതിനു ശേഷം മന്ത്രജപത്തിലേക്ക് കടക്കാം. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ. മന്ത്രം 9 ഗുണിതങ്ങളായിട്ട് ചൊല്ലുക. 108 തവണ ചൊല്ലുന്നത് അതിവിശേഷമാണ്. മന്ത്രം ചൊല്ലിയതിനു ശേഷം വീണ്ടും ഛന്ദസ് ചൊല്ലുക, അതായത് ഛന്ദസ് വീടുക എന്നർത്ഥം. ശ്രീ നാരദ ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീകൃഷ്ണോ ദേവത. ഇപ്രകാരം ഛന്ദസ് വീണ്ടും ചൊല്ലിയതിനു ശേഷം മന്ത്രജപം അവസാനിപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മന്ത്രം 100% ഫലപ്രദമാണ്. പഠന മികവിനും ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും ഒക്കെ ആയിട്ട് മന്ത്രത്തെ നിത്യം ചൊല്ലുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.